ഒരു വീഡിയോ ആർക്കും മറക്കാനാവത്തില്ല. കൊല്ലം സുധിയുടെ മരണ ദിവസം ഇപ്പോൾ കണ്ടാൽ പോലും നെഞ്ചുലയ്ക്കുന്ന രംഗങ്ങളാണ്. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇന്നും മാഞ്ഞു പോവാതെ വിവാദങ്ങളായിട്ട് നിൽക്കുകയാണ് കൊല്ലം സുധിയുടെ മരണവും അതിൽ നിന്നും വന്ന കോടികളും. ഇപ്പോൾ ഇത് വിവാദമാകാനായിട്ടുള്ള കാരണം രേണു സുധിയുടെ വെളിപ്പെടുത്തലാണ്. മരിച്ച് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ബൈക്ക് എടുക്കാൻ പോയി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന വീഡിയോയിലെ സങ്കടം, കരച്ചിൽ റിയൽ ആണോ? എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മരിച്ച് നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം നമുക്കൊരു ബൈക്കൊക്കെ എടുക്കാൻ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? പക്ഷേ ഈ സ്ത്രീയെ കൊണ്ട് സാധിച്ചു. കൊല്ലം സുധി മരിച്ചതിന് ശേഷം അക്കൗണ്ടിൽ വന്ന ലക്ഷങ്ങൾ 80 ലക്ഷത്തോളം വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെ ചൊല്ലി കുറച്ച് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലും ഒരു വിരുദ്ധതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയം എടുക്കാനായിട്ടുള്ള കാരണം. അപ്പം ഇത് രേണുസുധി റിലേറ്റഡ് ആണ്. അപ്പം താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം രേഷ്മ പി തങ്കച്ചിൻ്റെ വാക്കുകൾ കേൾക്കാം. കൊല്ലം സുധിയുടെ ഭാര്യയാണല്ലോ, അപ്പം നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. കുറച്ച് പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം ഏതോ കോടികൾ അക്കൗണ്ടിൽ വന്ന് അത് ഞാനും എൻ്റെ വീട്ടുകാരും എടുത്തടിച്ച് മാറ്റി തീർത്തു എന്നൊക്കെ. ഒരിക്കലുമല്ല, ഒരു കോടികളും വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എന്തെങ്കിലും അധികാരിപ്പെട്ടോ ഇതിപ്പം എന്താ പറയുക, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. എത്ര രൂപയാണ് വന്നെന്നും കാര്യങ്ങളൊക്കെ ബാങ്കിലുണ്ടല്ലോ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്ന്. അതിന് 69 രൂപയാണെന്ന് തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു, ഒരു മഞ്ഞ കളറിലെ ഒരു ബൈക്ക്. ഞാനും ഞങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കിച്ചുന് മേടിച്ച് കൊടുത്തത്. കിച്ചുന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങളാരും എടുത്ത് മുക്കിയിട്ടോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം കണ്ടല്ലോ. അപ്പം ഇവർ പറയുന്നത്, രേഷ്മ പി തങ്കച്ചൻ പറയുന്നത് 79,000 രൂപയാണ് അക്കൗണ്ടിൽ വന്നത്. അതിൽ 69,000 രൂപ മുടക്കി കിച്ചുവിന് ബൈക്ക് മേടിച്ചു കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഇവരെ കൂടുതലായിട്ട് അടുത്തറിയുന്ന ഇവരുടെ സുഹൃത്ത്, അപ്പം ഇവരുടെ സുഹൃത്തിൻ്റെ വെളിപ്പെടുത്തലും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിലുണ്ട്. പിന്നെ പറഞ്ഞത് സുചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഒരുപാട് ഫണ്ട് വന്ന് മറിഞ്ഞ് കിച്ചുവിനൊന്നും കൊടുത്തില്ലെന്ന്. 1 ലക്ഷത്തി എത്ര രൂപ അങ്ങോട്ട് കറക്റ്റായിട്ട് അത് വരും. ഒരു 4-5 ദിവസം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, ഫുൾ ഡീറ്റെയിൽസും തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട്. പിന്നെ 1 ലക്ഷത്തി എത്ര രൂപ കിട്ടി, അതിൽ 80,000 രൂപ മരിച്ച 2-3 അന്ന് 80,000 രൂപ മുടക്കിയാണ് കിച്ചുവിനൊരു ബൈക്ക് എടുത്തു കൊടുത്തത്. ഇതിൽ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. രേണുസുധി പറഞ്ഞത് 79,000 രൂപ വന്ന് 69,000 രൂപയോളം കിച്ചുവിന് ബൈക്ക് എടുക്കാനായിട്ട് ആയി എന്ന് പറഞ്ഞു. സുഹൃത്ത് പറയുന്നു 1 ലക്ഷത്തി സംതിങ് വന്നു, അതിനകത്ത് 80,000 രൂപ കിച്ചുവിന് വണ്ടി എടുക്കാനായിട്ടായി. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. 79 നിന്നും ഇപ്പോൾ 1 ലക്ഷത്തിലേക്ക് എത്തി. 69 നിന്നും ഇപ്പോൾ ബൈക്കിന് 80,000 എത്തി. ആ ഒരു വ്യത്യാസം. അതിനെക്കാട്ടിലും വലിയ ഹൈലൈറ്റ്, സുധിച്ചേട്ടൻ മരിച്ച് 2-ൻ്റെ അന്നോ 3-ൻ്റെ അന്നോ പോയിട്ടാണ് ബൈക്ക് എടുത്തത്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സുധിച്ചേട്ടൻ മരിച്ച് 2-ൻ്റെ അന്നോ 3-ൻ്റെ അന്നോ പോയി ഷോറൂമിൽ പോയി ബൈക്ക് എടുക്കാനും മാത്രം അത്രമേക്കേ ഉള്ളായിരുന്നോ ഇവർക്ക് സുധിയോടുള്ള സ്നേഹം? അപ്പം ഇവർ ഇത്രയധികം എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറയുന്നുണ്ടല്ലോ. മരിച്ച് 2-ൻ്റെ അന്നോ 3-ൻ്റെ അന്നോ പോയി ബൈക്ക് എടുക്കാനായിട്ട് ഇവരുടെ മനസ്സ് ഒരുക്കമായിരുന്നോ? എങ്ങനെ സാധിക്കുന്നടേ ഇതൊക്കെ? ബാക്കി അടുത്തത് കേൾക്കാം. ആ കിട്ടിയ പൈസക്കകത്തുനിന്ന് കിച്ചുവിന് ബൈക്ക് എടുത്തു കൊടുത്ത്. അത് കിച്ചു ചെറുതായതുകൊണ്ട് പിന്നെ ആരുടെ, രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേർക്കാണ് വണ്ടി എടുത്ത് കിച്ചുവിന് കൊടുത്തത്. മനസ്സിലായ? അപ്പം ആ പൈസയുടെ ആദ്യം ഓഹരി കിട്ടിയതും കിച്ചുവിന് തന്നെയാണ് ബൈക്ക് എടുത്ത്. പിന്നെ നോട്ട് ദി പോയിന്റ്. വണ്ടി എടുത്തത് കിച്ചു ചെറുതായതുകൊണ്ട് ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരിൽ. അപ്പം വണ്ടിയുടെ റൈറ്റ്സ് ഓണർ ആരാ? ചേച്ചിയുടെ ഭർത്താവ്, കിച്ചുവല്ല. അപ്പം കിച്ചുവിൻ്റെ പേരിലല്ല വണ്ടി, കിച്ചുവിനാണെന്നും പറഞ്ഞിട്ട് ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരിൽ വണ്ടി എടുത്തു. ഇപ്പോഴും വണ്ടിയുടെ ഓണർ ചേച്ചിയുടെ ഭർത്താവാണ്. അപ്പം ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരിൽ വണ്ടി എടുത്തു, കിച്ചുവാണ് ഓടിക്കുന്നത് എന്ന് പറഞ്ഞാലും മതി, ഇല്ലേ? പിന്നെ 2ാമത്തെ പോയിന്റ്. അപ്പം ആ പൈസയുടെ ആദ്യം ഓഹരി കിട്ടിയതും കിച്ചുവിന് തന്നെയാണ് ബൈക്ക് എടുത്ത്. പിന്നെ ആദ്യ ഓഹരി, അപ്പോൾ എത്ര ഓഹരി വന്നു? ഇപ്പോൾ പറഞ്ഞു കേട്ടോ, 1 ലക്ഷത്തി സംതിങ് എന്തോ വന്ന് അതിനകത്ത് 80,000 രൂപ മുടക്കി ബൈക്ക് എടുത്തു. അത് ആദ്യ ഓഹരിയിൽ.
അപ്പോൾ ആദ്യ ഓഹരിയിൽ മുടക്കിയത് കിച്ചുവിനാണ്. അങ്ങനെ എത്ര ഓഹരി വന്നു? അങ്ങനെ പല പല തവണയായിട്ട് വന്ന ഓഹരി ആയിരിക്കാം ഈ ആളുകളൊക്കെ പറയുന്ന ഈ 80 ലക്ഷം. ഈ വന്ന ഓഹരികളുടെയൊക്കെ കണക്ക് ഉടനെ പുറത്തുവിടും എന്ന് ദുബായിൽ നിന്നപ്പോൾ തൊട്ട് പറയുന്നു. പക്ഷെ ഇതുവരെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. എങ്ങനെ പുറത്തുവിടും? ഒരു ഓഹരി അല്ലല്ലോ. മരിച്ച് രണ്ടിൻ്റെ അന്ന് ബൈക്ക് എടുക്കുന്നു, 79,000 വന്നു, പിന്നീട് അത് 1 ലക്ഷം ആകുന്നു, പിന്നെ അത് ആദ്യത്തെ ഓഹരിയാകുന്നു, അങ്ങനെ പല പല ഓഹരിയാകുന്നു. എങ്ങനെ കണക്ക് പുറത്തുവിടും? കിച്ചുവിന് ചെലവിനായിട്ട് അയച്ചു കൊടുത്ത 300-ന്റെ 200-ന്റെ കണക്ക് ഇവർക്ക് പുറത്ത് വിടാമെങ്കിൽ സുധി മരിച്ചതിന് ശേഷം വന്ന പൈസയുടെ കണക്കും നിങ്ങൾക്ക് പുറത്ത് വിടാം. നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു, രേണു സുധിയോടാണ് പറയുന്നത്, നിങ്ങൾ പറയുന്നുണ്ടായിരുന്നോ നിങ്ങൾ മകൻ അയച്ചു കൊടുത്ത ക്യാഷിന്റെ കണക്ക് പുറത്തു വിട്ടതല്ല, സാഹചര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ്, പുറത്ത് വിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇവിടെ അതേ സാഹചര്യമുണ്ട്. ഇത്രയധികം അപവാദങ്ങൾ, വിവാദങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ട് ഇപ്പോഴല്ല, സുധി മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു 80 ലക്ഷത്തിന്റെ വിവാദം നടക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു വിവാദത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് പോലും ഇതുവരെ കണക്ക് പുറത്തു വിടുന്നില്ല. അതിനർത്ഥം എന്താ? കിച്ചുവിന് അയച്ച നക്കാപ്പിച്ചയുടെ കണക്ക് നിങ്ങൾക്ക് പുറത്തു വിടാം. ഈ വലിയ ഒരു എമൗണ്ടിന്റെ പേരുദോഷം നിങ്ങളുടെ പേരിൽ വന്നിട്ട് അത് നിങ്ങൾ പുറത്തു വിടുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ രേഷ്മ പി തങ്കച്ച എന്തൊക്കെയോ ഇല്ലാതില്ല അല്ലേ? സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടനോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളമാണെന്ന് ഈ വാക്കുകളിൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായി. കാരണം മരിച്ച രണ്ടിൻ്റെ അന്നൊക്കെ പോയി ബൈക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ തീവ്രത കൂടിയിട്ടാണ്. ഒരു വ്യക്തി മരിച്ച് അയാളുടെ ആ മരണത്തിന്റെ പേരിൽ സഹതാപം തോന്നി നാട്ടുകാരൊക്കെ അയച്ചു തന്ന പൈസയ്ക്ക് പോയി ബൈക്ക് എടുത്തെന്ന് പറയുമ്പോൾ ഈ പൈസ അയച്ചു കൊടുത്തവർ ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ കലാകാരൻ മരിച്ചതിന്റെ പേരിൽ ആ കുടുംബത്തിന് താങ്ങായിട്ട് നിങ്ങൾ കുറച്ച് പൈസ അയച്ചു കൊടുത്തപ്പോൾ ആ പൈസ ബൈക്ക് എടുക്കാൻ വിനിയോഗിച്ചപ്പോൾ തന്നെ ആ ഒരു കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൊല്ലം സുധി മരിച്ചതിന് ശേഷമുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ലക്ഷ്മി നക്ഷത്ര വരുന്നു, ഒരുപാട് വ്ളോഗുകൾ എടുക്കുന്നു, കരഞ്ഞു തളർന്നിരിക്കുന്ന ഭാര്യ, കരഞ്ഞു തളർന്നിരിക്കുന്ന കുടുംബം, അവരെ ഒരുപാട് സഹായിക്കുന്നു ലക്ഷ്മി നക്ഷത്ര. പിന്നെ സുധിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്പ്രേ, വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ സ്പ്രേ കൊണ്ട് കൊടുക്കുന്നു. അപ്പം ഇതെല്ലാം നാടകമായിരുന്നോ? മരിച്ച് 2ാമത്തെ ദിവസം ബൈക്ക് എടുക്കാൻ പോയി എങ്കിൽ ഈ കാണിച്ചതൊക്കെ നാടകമല്ലേ? സത്യം പറയട്ടെ, ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീ മൊത്തത്തിൽ ഉടായിപ്പായിരുന്നു. പല കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ഇവർ ഇത്രയധികം ഉടായിപ്പായിരുന്നു. ലോകത്ത് ഒരു സ്ത്രീക്കും കഴിയത്തില്ല തൻ്റെ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഉടനെ വണ്ടി എടുക്കാനായിട്ട് ഷോറൂമിലേക്ക് ഓടാൻ. ഒരാൾക്കും കഴിയത്തില്ല. അപ്പം ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ആ സുധി എന്ന് പറയുന്ന ആളുടെ ലേബലിൽ ജീവിക്കുന്നത്? എന്ത് അർഹതയാണ് ഇവർക്കുള്ളത്? സുധിയുടെ പേര് പറയാൻ പോലും യോഗ്യതയില്ല സ്ത്രീയെ നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഓരോ വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ നിങ്ങളോടുള്ള വെറുപ്പ് കൂടി വരികയാണ്. സത്യം പറഞ്ഞ സുധിയുടെ ആത്മാവ് പോലും പോർക്കുന്നുണ്ടാവില്ല ഇവരുടെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോഴും. ഈ മരിച്ച് 2ൻ്റെ അന്ന് പോയി ബൈക്ക് എടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഒക്കെ കഷ്ടം, വളരെ കഷ്ടം തോന്നുകയാണ്. ഇവർക്കും ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഇത്രയധികം കഷ്ടപ്പെട്ട ആ മനുഷ്യൻ്റെ മരണം പോലും ആഘോഷിച്ച കുടുംബം. ഞാൻ ആദ്യം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ട്. അതിനുശേഷം കൊല്ലം സുധിക്ക് കിട്ടിയ ആ ട്രോഫികളെല്ലാം ചാക്കിൽ കയറ്റി കട്ടിലിനടിയിൽ വെച്ച സംഭവം, സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നി ഈ സ്ത്രീയോട്. അന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്നും മനസ്സിലാക്കാത്ത വിഡ്ഢികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവരോട് ചേർന്ന് ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. മരിച്ചുപോയ ഒരു ഭർത്താവിൻ്റെ ഓർമ്മകളാണ് അയാൾക്ക് കിട്ടിയ ട്രോഫികൾ, അവാർഡുകൾ. അതൊക്കെ ഇങ്ങനെ കട്ടിലിൻ്റെ അടിയിൽ ചാക്കി കയറ്റി വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം സ്നേഹം ആ മനുഷ്യനോട് ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന്. ഒരിക്കലും ഒരാളും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. പക്ഷേ ഇവരുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ നിമിഷം വരെയും ഇവർക്കെതിരായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പലരും ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. അത് ഇവരെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പലതും കണ്ടിട്ടും സത്യത്തിന് നേരെ മുഖം മറയ്ക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾ സത്യത്തിന് നേരെ മുഖം മറയ്ക്കാത്തത് കൊണ്ടാണ് ഈ സ്ത്രീക്കെതിരെ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരുടെ പൊയ് മുഖം മരിച്ച സുധിയുടെ ആത്മാവ് തന്നെ തുറന്നു കാട്ടും. ഇനി അതിനധികം നാൾ ആയുസ്സുണ്ടാവത്തില്ല. നിങ്ങൾ ഓർത്തു വെച്ചു. സത്യം പറഞ്ഞാൽ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിട്ടുപോകും. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.